ആപ്കി അദാലത്തിൽ ഭോജ്പുരി ഫിലിമിന്റെ സൂപ്പർ സ്റ്റാർ ദിനേശ് ലാൽ യാദവ് നിർവ്വഹണ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വൾഗാരിറ്റി സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ സാഹചര്യം മാറുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഭോജ്പുരി സിനിമ ലോകത്തുള്ള 25 കോടി ജനങ്ങളാണ് കാണുന്നത്. പക്ഷേ താങ്കളുടെ സിനിമ കാണുമ്പോൾ അവരെന്താ പറയുന്നതെന്ന് വെച്ചാ, നിന്റെ മാറ്, നിന്റെ ഇടുപ്പ്, നിന്റെ ശരീരം, നിന്റെ ബ്ലൗസ്, നിന്റെ സാരി. ഇത് വളരെ കറക്റ്റായ ഒരു സ്ഥലമാണ്, അങ്ങനത്തെ ഉള്ളൊരു സ്റ്റേജാണ്. ഇവിടെ ഞാനിത് പറയുവാണെങ്കിൽ ഈ മുഴുവൻ ലോകത്തിന് ഇത് അറിഞ്ഞതുപോലെയാണ്. ഇതൊരു വലിയ ചതിയാ, ഭോജ്പുരിയുടെ പേര് നശിപ്പിക്കാൻ. പിന്നെ അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഞങ്ങളുടെ പടമൊക്കെ 1 കോടി തീർക്കും. മറ്റുള്ള സിനിമകളൊക്കെ നോക്കുവാണെങ്കിൽ 10, 15, 20, 50, 100 കോടിയുടെ എടുക്കും. പിന്നെ തിയേറ്ററിൽ ഞങ്ങളുടെ സിനിമയൊക്കെ ഇടില്ലേ ഈ ഭോജ്പുരിയിൽ, ആ സമയത്ത് തന്നെ ഈ 100 കോടിയുടെ സിനിമ റിലീസാവുന്ന സമയത്ത് ഞങ്ങളുടെ സിനിമ റിലീസാവുക, നിങ്ങൾ നിറുവിന്റെ സിനിമ ഒരിക്കലും ഇടാൻ പാടില്ലെന്നൊക്കെ, ദയവീത് ആ സിനിമ ഇടാനേ പാടില്ലെന്നൊക്കെ. അവർക്ക് എന്ത് തോന്നും, അവരെങ്ങനത്തെ ഒരു സിനിമ എടുത്തേക്കുന്നത്? അതുകൊണ്ട് ഇവിടെ വലിയ സൂപ്പർ സ്റ്റാറുടെ സിനിമ പോലും ഓടിയിട്ടില്ല. അതൊക്കെ കാണാനോർത്ത് അവിടെ പോയി കാണുമ്പോഴായിരിക്കും അറിയുന്നത് വളരെ നല്ല പടങ്ങളാണ് എടുത്തേക്കുന്നതെന്ന്. ഒരു അടിപൊളി സിനിമയായിരിക്കും അതെന്നൊക്കെ. അപ്പം അവരെങ്ങനെയൊക്കെയാണ് ഡീഗ്രേഡ് ചെയ്യേണ്ടതെന്ന്. സോ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് മീഡിയയില്, പിന്നെ എല്ലാ ഇന്റർവ്യൂവിലും, എല്ലാ സെക്ടാറിലും ഭോജ്പുരി സിനിമയെക്കുറിച്ച് തെറ്റായിട്ടും പറഞ്ഞ് അവർ ഇഷ്ടത്തിന് സംസാരിച്ച് അവർ ആ സിനിമയെക്കുറിച്ച് നാണം കെടുത്തും. ഈ മുഴുവൻ നാട് തീരുമാനിക്കട്ടെ, നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജഡ്ജ് തീരുമാനിക്കട്ടെ, നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാട്ടില് ഒരു ഉയരുണ്ടെന്നൊക്കെ. അപ്പൊ അവരുടെ പാട്ടിൽ എന്ത് കാണും? ഉയരേ ഉയരേ എന്റെ വീട്ടിലെ മടിയിലും വന്നിരുന്ന്. അതൊന്നും വൾഗാരിറ്റി അല്ല, അത് വൾഗാരിറ്റിയേ അല്ല. അല്ലല്ല, അവരുടെ പാട്ടിൽ എന്തുണ്ടാവും? ഞങ്ങളുടെ പാട്ടിൽ ഇതാ ഇത്രയൊക്കെ കാണിച്ചിട്ടുള്ളൂന്ന്. ഭാര്യ പുറത്തു പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അവൾ എന്താ പറയുന്നതെന്ന് വെച്ചാല്, ഹാത്ത് പहुंचत नहीं जाता रूक राजा जी लगाए दें चोलिया के हुक राजा जी. കയ്യൊക്കെ എത്തുന്നില്ല. അപ്പൊ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യേണ്ട വേറെ ആര് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നേ? അവളുടെ ഭർത്താവിനോട് അവളുടെ ഹുക്കിട്ട് വിടാനായിട്ട് പറയുന്നു. അപ്പൊ ഇതിന് വൾഗാരിറ്റി എന്ന് പറയുമ്പോ അപ്പൊ അവര് പാടിയ പാട്ടുണ്ടല്ലോ, മറ്റേ എന്താ ചോലി കെ പീछे क्या है चुनरी के नीचे. ഞങ്ങള് ഭോജ്പൂരിയിൽ വെറും ഹൂക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ഇപ്പോൾ താങ്കൾ ഭോജ്പുരിയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പറയൂ. ഭോജ്പുരിയിലുള്ളത് ഞാൻ അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കാം. പ്രേമിക്കുന്ന സമയം രാത്രി 1:30 മണിയാണ്. जवानिया का मेल रात 1:30 बजे. വെച്ച് നോക്കുമ്പോ ഭോജ്പൂരിയില് 1:30 മണി, അത് മാത്രല്ലേ ഉള്ളൂ. ആരാണോ ഞങ്ങളുടെ മേത്ത് പഴിയിടുന്നത് അവരെന്താ പറയുന്നത്? सुबह से लेकर शाम तक, शाम से लेकर सुबह तक प्यार करो मुझे प्यार करो. ഭോജ്പൂരിയിൽ ഒരു 1:30 മണി എന്ന് പറഞ്ഞതാണ് ഇത്ര വലിയ പ്രശ്നമായി പോയത്. ഭോജ്പൂരിയിൽ വൾഗാരിറ്റി അങ്ങോട്ട് അവർ മിക്സ് ചെയ്തെടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, വൈകുന്നേരം തൊട്ട് വെളുക്കുന്നത് വരെ. അല്ല, ഞങ്ങളാണോ വൾഗാരിറ്റി, ഇവരാണോ വൾഗാരിറ്റി? പക്ഷേ ഭോജ്പുരിയിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, पलंग पे आजा चाहे तो नीचे तकिया लगा ले. ഇതാ നോക്കിയേ, എനിക്കിന്നൊരു കറക്റ്റായ സ്റ്റേജാ കിട്ടിയത്. ഞാൻ ഈ ലോകം മുഴുവനുള്ള ഭോജ്പൂരി ആർക്കൊക്കെ സംസാരിക്കാൻ അറിയാവോ അവർക്ക് പകരമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങൾ ഇത് മാത്രമാണ് പറയുന്നത്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, छत पे सोया था बहनोई मैं तन्ने समझ के सो गई मुझको राणा जी माफ करना गलती मारे से हो. നമ്മുടെ ഈ ആപ്കി അദാലത്തില് ജഡ്ജ് മേഡം, നിങ്ങളോ അല്ലെങ്കിൽ ഈ നാട് തന്നെ തീരുമാനിച്ചോട്ടെ, ഞങ്ങള് കട്ടിലോട്ട് വിളിച്ചതാണോ വൾഗാരിറ്റി,
ഇല്ലെങ്കിൽ ആ വീട്ടിന്റെ മണ്ടയ്ക്ക് നടന്നില്ലേ, അതാണോ വൾഗാരിറ്റി? എന്നാലും താങ്കൾ കട്ടിലിൽ കിടക്കാൻ മാത്രമല്ല വിളിക്കുന്നത്. താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാ सैया छोड़ दो तू खटिया तोड़ देगा रे. നോക്കൂ, ഞങ്ങൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് അവരും അവിടെ പറയുന്നത്. വ്യത്യസ്തമായിട്ട് ആരും പറഞ്ഞില്ല. ഓവറായിട്ടാണ് പറയുന്നത്. ഇല്ല ജഡ്ജ് മാം, ഞങ്ങളാണോ അധികം പറയുന്നത് അതോ അവരാണോ അധികം പറയുന്നതെന്ന് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ഞാൻ പറയുന്നത് കറക്റ്റ് താങ്കൾ അല്ലേ? ഭോജ്പുരി സിനിമകളിൽ ഹീറോയിന്റെ വൾഗാരിറ്റി കാണിക്കാതെ ഇരിക്കുന്നത് വരെ താങ്കളുടെ പടം പൂർത്തിയാവില്ല. അത് ധാരാളം സമയം കാണിക്കുകയും ചെയ്യും. ശരി, എനിക്ക് ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി സാർ എങ്ങോട്ടായി പിടിച്ചു വന്നേന്നുള്ള കാര്യം മനസ്സിലായി. ഞങ്ങളുടെ പാർട്ടി വന്നത് എന്താന്ന് വെച്ചാൽ छुवेला त छुवते धड़क जाले छतिया. നോക്കിയ ഭോജ്പൂരിൽ ഇതാണ് പറയുന്നത്. ആദ്യമായിട്ട് ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനെ തൊടുമ്പോ അവള് നടുങ്ങത്തേ ഉള്ളു ഇങ്ങനെ ഓ എന്നൊക്കെ പറഞ്ഞ്. ഹാർട്ട് ബീറ്റ് നല്ലപോലെ ഇൻക്രീസ് ആയേക്കും. ഇതാണോ വൾഗാരിറ്റി? അതോ അവരവിടെ പറയുന്ന സമയത്ത് മറ്റേ सैया ने देखा मुझे ऐसे. ആരാണ് വൾഗാരിറ്റി? ഈ ആപ് കി അദാലത്ത് പ്രോഗ്രാം എനിക്ക് അറിഞ്ഞാൽ പറ്റൂ ആരാണ് വൾഗാരിറ്റി എന്ന്. ഞങ്ങളോ അതോ അവരോ? മറ്റുള്ളവരൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇത് മാത്രമാണ് പറഞ്ഞു വരുന്നത്. ബോയ് ഫ്രണ്ട് ടച്ച് ചെയ്താൽ ഞങ്ങൾക്കൊരു ചെറിയ നടുക്കമൊക്കെ വരുന്നു പെണ്ണുങ്ങൾക്ക്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാ ഒരു വൾഗാരിറ്റി ആയിട്ട് തോന്നുന്നല്ലേ ചോദ്യം. വൾഗാരിറ്റി ശരിക്കും ഇതല്ലേ? ഒരു ബോയ് ഫ്രണ്ട് നോക്കിയപ്പോൾ എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും. ഭോജ്പൂരിനെ വൾഗാരിറ്റിയിൽ കണക്ട് ചെയ്ത് എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നതെന്ന്. താങ്കൾ ഹീറോയിനോട് എന്താ പറയുന്നത് വെച്ചാൽ നീ ലിപ്സ്റ്റിക് का स्वाद चखा दे. ഇഷ്ടമാണെന്ന്. പേര് സിന്ദൂര്, പക്ഷെ ടേസ്റ്റ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക്. കാര്യം ഇത്രേ ഉള്ളൂ സാർ. ഞാൻ എന്തോ ഒരു എക്സ്പ്ലനേഷനാ തരേണ്ടത്. സാർ നിങ്ങൾ എന്തോ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ ഞാൻ തരാൻ റെഡിയാണ്. പക്ഷെ പുറത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂ. കാരണം ഒരു പക്ഷെ അവരിങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അതിനെന്താ അർത്ഥം? അതായത് നിന്റെ ലിപ്സ്റ്റിക്കിന്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ അറിഞ്ഞോട്ടെ എന്നെ ഒന്ന് അനുവദിക്കുമോന്ന്. അതായത് അത് ഏതാണ് അതിന്റെ ഫ്ലേവർ? ഏതാണ് അതിന്റെ ഫ്ലേവർ എന്നറിയാൻ ആഗ്രഹം. അതായത് മാംഗോയാണോ അതോ ലിച്ചിയാണോ? പിന്നെ അവർ ചെയ്തോണ്ടിരിക്കുന്നത് മറ്റേ ചൊവ്വോ തുടു എന്നൊക്കെ ഉള്ള അതിന്റെ രസത്തിന് മുഴുവനായിട്ട് എല്ലാം ചെയ്യുന്നതൊന്നും വൾഗാരിറ്റി അല്ലേ സാറേ? ഞങ്ങൾ വരും ഫ്ലേവർ ടേസ്റ്റ് ചെയ്താൽ അത് വൾഗാരിറ്റി ആവും. താങ്കൾ പറയുന്നത് ശരിയാണ്, അവിടെയും ഇതുപോലൊക്കെ തന്നെയുണ്ട്. പക്ഷെ അവര് പറയുന്നത് ഭോജ്പൂരി പടം കണ്ടാണ് ഇതൊക്കെ പഠിച്ചതെന്ന്. അപ്പൊ നോക്കിയോ, അപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുള്ളൂ. ഇതൊക്കെ ഒരു വലിയ നുണയാണ്. ആദ്യം ഹിന്ദി സിനിമയാണോ വന്നത് അതോ ഭോജ്പൂരി പടമാണോ വന്നത്? ഹിന്ദി സിനിമ കണ്ട് ഹിന്ദി ഹീറോസിനെ കണ്ടാണ് ഞങ്ങൾ ഹീറോസ് ആയത്. ഞങ്ങള് ഗോവിന്ദ സാറിനെ കണ്ടു, അക്ഷയ് കുമാർ സാറിനെ കണ്ടു. അവരെയൊക്കെ കണ്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ നിങ്ങള് ഒരു കാര്യം താങ്കൾ പറയൂ, താങ്കളുടെ എല്ലാ സിനിമകളിലും ഒരു ഫസ്റ്റ് നൈറ്റ് സീൻ കമ്പൽസറി ഉണ്ടായിരിക്കും അല്ലേ? ബെഡ്റൂം, കട്ടിൽ, ബെഡ്ഷീറ്റ് ഇതെല്ലാം പെർമനന്റ് ആണ്. ഒരു സിനിമ വന്നിരുന്നു, നിങ്ങളത് കണ്ടിരിക്കുമല്ലോ, രാജ ഹിന്ദുസ്ഥാനി. അതില് ഹീറോയിന്റെ അച്ഛൻ ചോദിക്കും, രാജ നിനക്ക് കല്യാണം കഴിഞ്ഞു എന്ന്. ഇല്ല സാർ, എനിക്ക് ഇഷ്ടപ്പെട്ടവൾ എനിക്ക് കിട്ടിയില്ലെന്ന്. അപ്പൊ അദ്ദേഹം പറയൂ, നീ സ്വപ്നലോകത്തിൽ ജീവിക്കുക, നിനക്ക് വിചാരിച്ചവളെ കിട്ടത്തില്ലെന്നൊക്കെ. വരും സാർ, എന്റെ സ്വപ്നലോക ഏഞ്ചൽ എന്റെ കയ്യിലോട്ട് വരും. ഞങ്ങളത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്നത്തിലുള്ള പെണ്ണ് വരുമെന്ന് വിചാരിക്കും. അതിനുശേഷമാണ് സാർ ഞാൻ നിറോവ ഹിന്ദുസ്ഥാനി എടുത്തത്. നിറോവ അവന്റെ സ്വപ്നലോക സുന്ദരിയെ തേടി ഇറങ്ങി മുംബൈയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നത്തിൽ കണ്ട ആ പെണ്ണിനെ കിട്ടി. ആ സ്വപ്നലോക സുന്ദരിയെ ഗ്രാമത്തിലോട്ട് വിളിച്ചോണ്ട് വന്നു. അപ്പൊ ഗ്രാമത്തിന്റെ കൾച്ചർ എങ്ങനെയാണ്, ഭോജ്പൂരിയുടെ കൾച്ചർ എങ്ങനെയാണ്? നശിച്ചുപോയ പെണ്ണ് പോലും നന്നായി വന്നു. അവളുടെ അച്ഛന് പോലും വന്നിട്ട് അടയാളം കണ്ടെത്താൻ പറ്റുന്നില്ല ഇതെന്റെ മോളാണോന്ന്. ഇവളെന്റെ ജീവിതകാലം ഞാൻ മുഴുവനും ട്രൈ ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെ ഇവളെ തിരുത്തിയെന്ന്. അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഭോജ്പൂരിക്കകത്ത് ഒരാൾ വന്നാൽ എങ്ങനെപ്പെട്ടവരാണെങ്കിലും മാറുമെന്ന്. ആ സിനിമയില് വലിയ വലിയ സ്വപ്നങ്ങൾ എങ്ങനെയാ കാണണ്ടെന്നാ പഠിപ്പിച്ചത്. ഒരു ഗ്രാമത്തിലെ പയ്യൻ
ഒരു കഷ്ടപ്പെടുന്നവൻ. എങ്ങനെയൊക്കെ ആലോചിച്ച് തുടങ്ങാം, സ്വപ്നലോകത്തിലുള്ള സുന്ദരി എങ്ങനെ വിളിച്ചോണ്ട് വരാം, വലുതായിട്ട് സ്വപ്നം കാണാനും വലിയ രീതിയിൽ അച്ചീവ് ചെയ്യാനും ആ പടം നന്നായിട്ട് പറഞ്ഞുതരും. പിന്നെ അതിലൊരു മെസ്സേജും കൂടെ ഉണ്ട്, നിന്റെ വഴിയെ നീ പോയാൽ നിന്റെ സ്വപ്നത്തിലോട്ട് എത്താമെന്ന്. समय से നേരത്തിന് पहले മുന്നേ भाग നിനക്ക് से ഒന്നും ज्यादा കിട്ടാൻ कुछ होना പോകുന്നില്ല. भाई. നേരത്തിന് മുമ്പ് നിനക്ക് ഒന്നും തന്നെ കിട്ടത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നോ നിങ്ങളുടെ സ്വപ്നമൊക്കെ സഫലമാകും. നോക്ക് സർ, താങ്കൾ സിനിമകളിൽ വൾഗാരിറ്റി കാണിക്കാൻ കുറേയധികം ശ്രമിച്ചിട്ടുണ്ട്. അതായത് സത്യം എന്താണെന്ന് വെച്ചാൽ ഭോജ്പുരി സിനിമകളിൽ വൾഗാരിറ്റി കുറച്ച് കൂടുതലാണ്. പക്ഷേ താങ്കൾ ഇപ്പോൾ ഒരു റെസ്പോൺസിബിൾ പൊസിഷനിലാണുള്ളത്, രാഷ്ട്രീയത്തിലാണുള്ളത്. അതുകൊണ്ട് താങ്കളുടെ ഉത്തരവാദിത്വം ഇത് കുറച്ച് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സർ, താങ്കൾക്കെതിരെ ഒരു വൾഗാരിറ്റി കുറ്റം ചുമത്തിയിരിക്കുന്നു. താങ്കൾ ബോളിവുഡ് കോർണർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികൾ പോലും സോഷ്യൽ മീഡിയയിലുണ്ട്. അവർ ഇതുപോലുള്ള വേർഡ്സും ഇതുപോലുള്ള പാട്ടുകളൊക്കെ കേട്ടാൽ അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? നിങ്ങൾ വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പോൾ പിന്നെ ഞാനൊരു കാര്യം ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ ആരും തെറ്റ് പറഞ്ഞല്ല, പക്ഷെ ഇത് തെറ്റാണ്. ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റർടൈൻമെന്റിന് വേണ്ടി എങ്ങനെ ഒരു സിനിമ എടുത്താലും അത് ശരിക്കും തെറ്റായി പോവും. അങ്ങനത്തെ സിനിമയായാൽ അത് തെറ്റായി മാറും. പിന്നെ എന്താ കാണണ്ടേന്ന് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പിള്ളേർക്ക് എന്താ കാണിക്കേണ്ടതെന്ന്. പവൻ സിംഗ് സാർ ഒരു നല്ല കാര്യം പറഞ്ഞിരുന്നു. ഞാൻ 500 സാമി പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഭജന പാട്ടുകളും പാടിയിട്ടുണ്ടെന്ന്. മറ്റുള്ളതൊന്നും ചോദിക്കാണ്ട് ലോളിപോപ്പാണല്ലോ ചോദിക്കുന്നല്ല. ഞങ്ങൾ എങ്ങോട്ട് പോയാലും ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും അവിടെയൊക്കെ ഈ പാട്ട് ഓടും. कमरिया हा कमरिया हा कमरिया करेला पालप लॉल पॉप लागेलू. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ വേണ്ടെന്ന്. ബീഹാറിലെ റെസ്പെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടെ ഛഠ് പൂജ വളരെ നന്നായിട്ട് നടക്കും. ബട്ട് സ്റ്റിൽ ആസ് ബീഹാറി ജനങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വളരെ കഷ്ടമാണ്. ബീഹാറിൽ വളരെ റെസ്പെക്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും മര്യാദ കൊടുക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ആരാണ് ഇതൊക്കെ ചെയ്യാനുള്ളത്? ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ചെങ്കിൽ നിങ്ങൾ ബിഹാരി അല്ലെങ്കിൽ ഭോജ്പുരിയാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ ഒരിക്കലും ഒരിടത്തും നാണിക്കരുത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ അമ്മയുടെ സിനിമ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കർഷകന്റെ സിനിമ കാണണം. ഒരുപക്ഷെ ആ സിനിമ ഹിന്ദിയിലെങ്ങാനും വന്നിരുന്ന നാഷണൽ അവാർഡ് മേടിച്ചേനെ. അതിൽ മെറൂൺ കളർ സാരി എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ട്രെൻഡി പാട്ടാണ്. നിങ്ങളെ ചിലപ്പോൾ കണ്ടിരിക്കും. നിങ്ങൾ പോയി ഒന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക്. അങ്ങനെയൊന്നും ഒന്നുമില്ല. അവർ വേണോന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കാണിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് തന്നെയാണ്. ഞാൻ അവിടെ പോയാൽ ഞാൻ എങ്ങനെ പറയൂ അതുപോലെ തന്നെ നിങ്ങളും പറയണം അവരുടെ അടുത്ത്. ഏത് ഭാഷ സംസാരിക്കാൻ ഭോജ്പുരി ആയിരിക്കണം.